ADGPക്കെതിരായ പരാതികളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അനിശ്ചിതമായി വൈകുന്നു. സമയപരിധി അവസാനിച്ച് 2 ദിവസമായിട്ടും റിപ്പോർട്ട് കൈമാറിയിട്ടില്ല. റിപ്പോർട്ട് ലഭിച്ചാലുടൻ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കും എന്നാണ് വിവരം. MR അജിത് കുമാറിനെ മാറ്റുന്നതിൽ തീരുമാനം വൈകിയെന്ന് പറയാറായിട്ടില്ല എന്നായിരുന്നു മന്ത്രി കെ രാജന്റെ പ്രതികരണം. അല്ല, ഞങ്ങളുടെ അഭിപ്രായത്തിലൊരു മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങളുടെ അഭിപ്രായം തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ താമസിയാതെ ഉണ്ടാകും. അല്ല, അതൊന്നും നമ്മളിപ്പോൾ പറയണ്ട. ഒരു ഡേറ്റ് തീരുമാനിച്ചല്ലോ ഈ കാര്യങ്ങൾ. ഇതൊരു നിലപാടല്ലേ, ആ നിലപാടിൽ ഉറച്ചു നിൽക്കും. അതേസമയം തൃശൂർ പൂരം കലക്കലിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിനുള്ള ഉത്തരവ് ഇനിയും പുറത്തിറങ്ങിയിട്ടുമില്ല. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ADGPയുമായി ബന്ധപ്പെട്ട തീരുമാനം ഇപ്പോൾ ഈ മണിക്കൂറിൽ എന്നുള്ള വിവരങ്ങൾ വരാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. പക്ഷേ ഇന്നും റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അവസാന സൂചന. സഭാ സമ്മേളനം തിങ്കളാഴ്ച തുടങ്ങും മുമ്പ് ഇതിലൊരു തീരുമാനം ഉണ്ടാകണമെന്ന് CPI കർശനമായി തന്നെ പറയുകയാണ്. എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, ADGP MR അജിത് കുമാറിനെതിരെയുള്ള പോലീസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിനെതിരെ കൈമാറിയിട്ടില്ല. ഈ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ADGPക്കെതിരെ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുള്ളൂ. നേരത്തെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് മുഖ്യമന്ത്രി തന്നെ ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഈ കാര്യം CPI സംസ്ഥാന സമിതിയിൽ ബിനോയ് വിശ്വൻ തന്നെ അറിയിക്കുകയും ചെയ്തു. പരസ്യമായി തന്നെ ADGPക്കെതിരെ നിലപാട് തുടർച്ചയായി എടുത്ത LDFിലെ പ്രധാന ഘടകകക്ഷി കൂടിയാണ് CPI. സഭാ സമ്മേളനം നടക്കുന്ന കാലയളവ് തിങ്കളാഴ്ച മുതൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ നിലവിൽ സർക്കാരിനെതിരെയുള്ള നിലപാട് കൂടുതൽ കടുപ്പിക്കും. ആ ഘട്ടത്തിൽ ADGPക്കെതിരെ നടപടി വന്നില്ലെങ്കിൽ അത് സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യമുണ്ടാകും എന്ന വിലയിരുത്തലും ഉണ്ട് പൊതുവെ. അതുകൊണ്ട് തന്നെ ആ സഭാ സമ്മേളനം തുടങ്ങുന്ന തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള നീക്കമാകും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുക. ഏതായാലും പോലീസ് മേധാവി ഇന്നലെ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ യോഗം വിളിച്ച് റിപ്പോർട്ട് അത് അന്തിമമായി തയ്യാറാക്കുകയും ഇന്നലെ കൈമാറുമെന്നായിരുന്നു പോലീസ് ആസ്ഥാനം നമുക്ക് ലഭിച്ച വിവരം. പക്ഷേ രാത്രി വൈകിയും റിപ്പോർട്ട് കൈമാറിയിരുന്നില്ല. ഒടുവിൽ ഇന്ന് രാവിലെ തന്നെ റിപ്പോർട്ട് മുഖ്യമന്ത്രി കൈമാറുമെന്ന് അറിയിച്ചു. ഏതായാലും റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ അത് പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. ഇത് ക്രമസമാധാന ചുമതലയിൽ നിന്നും ADGPയെ മാറ്റുന്നതിനപ്പുറത്തേക്ക് മറ്റ് കടുത്ത നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ADGP പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്ന പ്രതിപക്ഷം വിമർശനം ഉയർത്തുന്നു. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ADGP MR അജിത് കുമാറിനെതിരെ ഉണ്ടാകുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. ഈ ത്രിതല അന്വേഷണത്തിലുള്ള ഉത്തരവ് വൈകുന്നതിന് കാരണം എന്താണ് ഇപ്പോൾ നൽകുന്ന മറുപടി? സ്മൃതി, ഈ ത്രിതല അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായ വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഈ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ADGPക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലടക്കം ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും അത് പോലീസ് മേധാവി അടക്കമുള്ള 3 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. അത് 3 വ്യത്യസ്തമായ സംഭവങ്ങളാണ് അന്വേഷിക്കുന്നതും. പക്ഷേ അന്വേഷണം ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. അന്വേഷണവുമായി ബന്ധപ്പെട്ട ഉത്തരവും പുറത്തിറങ്ങിയിട്ടില്ല. ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ വിശദീകരണത്തിന് സർക്കാർ തയ്യാറായിട്ടുമില്ല. ഏതായാലും അധികം താമസിയാതെ തന്നെ അന്വേഷണം തുടങ്ങാനുള്ള സാധ്യതയാണ്. കാരണം ഈ അന്വേഷണം വൈകുന്നത്, ADGPക്കെതിരെയുള്ള നടപടി വൈകുന്നതടക്കം പ്രതിപക്ഷം വലിയ ആയുധമാക്കി മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് തിങ്കളാഴ്ച സഭാ സമ്മേളനം തുടങ്ങുന്നതുകൊണ്ട് അതിനു മുമ്പ് തന്നെ ഈ അന്വേഷണം അടക്കം ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്.